ജനതയുടെ ജീവിതം നിർഭയവും സ്വതന്ത്രവും സൗകര്യപ്രദവും ആകുന്നത്. അതിന് 14ാം നിയമസഭയ്ക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പ്രതിപക്ഷത്തിൻ്റെ ശബ്ദവും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം. അത് സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അതോടൊപ്പം സർക്കാരിൻ്റെ കാര്യങ്ങൾ യഥാസമയം നടത്തിക്കൊണ്ടു പോകുവാനും സഭാധ്യക്ഷന് ബാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. രാവിലെ 8:30 ആരംഭിക്കുന്ന നമ്മുടെ നിയമസഭാ രീതിയെക്കുറിച്ച് കൗതുകത്തിനായി ഒരു അന്വേഷണം നടത്തിയപ്പോൾ മാധ്യമപ്രധാനമായ നമ്മുടെ സംസ്കാരം വെളിപ്പെടുകയുണ്ടായി. വൈകിട്ട് 5:30 അച്ചടി ആരംഭിച്ചിരുന്ന പത്രങ്ങൾക്ക് അതുവഴി കേരള ജനതയ്ക്ക് വാർത്തകൾ ലഭ്യമാക്കാൻ വേണ്ടിയായിരുന്നു എന്ന കൗതുകരമായ ചരിത്രമാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. സഭയുടെ സ്വരം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഈ കുതൂഹലം ഇന്നും സജീവമാണ്. ഗൃഹപാഠത്തിനും ആധികാരികതയ്ക്കും സംവാദ സംസ്കാരത്തിനും പ്രാമുഖ്യം നൽകുന്നൊരു രീതി നിയമസഭയെ സംബന്ധിച്ച് പ്രതീക്ഷ എന്ന് ഓർക്കണം. സംവാദ സംസ്കാരത്തിനു വേണ്ടി സ്വയം സജ്ജരാകുവാൻ നിയമസഭയിലെ പുതുമുഖങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ജനതയ്ക്ക് നിർഭയത്വവും യുക്തിബോധഭദ്രതയും പ്രദാനം ചെയ്യുന്ന നിയമസഭയായി സഭ മാറിത്തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഗൃഹപാഠം ചെയ്യുക, സംക്ഷിപ്തമാക്കുക, ആധികാരികമാവുക, സംവാദ സംസ്കാരം ഉറപ്പാക്കുക. പുതിയ അംഗങ്ങൾക്ക് നിയമസഭ ഊർജ്ജസ്വലമായ ഒരു അനുഭവമായി തീരും. അതിനുള്ള പിന്തുണ ചെയർ പ്രതീക്ഷിക്കുന്നു. അതിനാൽ ചെയർ അഭ്യർത്ഥിക്കുന്നു, ബി ടെലിഗ്രാമിക് എന്ന്. എല്ലാ സാമാജികരോടും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് സഭയുടെ സുഗമമായ നടത്തിപ്പിന് എല്ലാവരുടെയും സർവാത്മനായുള്ള പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഓർഡർ. ഈ നിയമസഭയിലെ പ്രതിപക്ഷ പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയാണ്. അതിനാൽ കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ ചട്ടം 2(1) അനുസരിച്ച് പ്രസ്തുത പാർട്ടിയുടെ നേതാവായ ശ്രീ രമേശ് ചെന്നിത്തലയെ സഭയിലെ പ്രതിപക്ഷ നേതാവായി ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. UDFൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം ഉപനേതാവായി ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയെ തെരഞ്ഞെടുത്ത വിവരവും സഭയെ അറിയിക്കുന്നു. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും 2016 ജൂൺ 24 വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. എല്ലാ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും വേണ്ടി ലോഞ്ചിലൊരു ചായ സൽക്കാരം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടി പങ്കാളികളാകണമെന്നും അഭ്യർത്ഥിക്കുന്നു. സഭയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. സംസ്ഥാനത്തിന് 22ാമത് സ്പീക്കറായി ശ്രീരാമകൃഷ്ണൻ, പി ശ്രീരാമകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ചുമതലകളിലേക്ക് കടന്നിരിക്കുകയാണ്. 22ാമത് സ്പീക്കറാണ് അദ്ദേഹം. 14ാമത് നിയമസഭയുടെ സ്പീക്കറായാണ് അദ്ദേഹം ചുമതലയേറ്റിരിക്കുന്നത്. പൊന്നാനിയിൽ നിന്നുള്ള LDF MLA ആണ് പി ശ്രീരാമകൃഷ്ണൻ. സഭയിൽ 92 വോട്ടുകളാണ് ശ്രീരാമകൃഷ്ണന് ലഭിച്ചത്. 46 വോട്ടുകളാണ് UDFൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന VP സജീന്ദ്രന് ലഭിച്ചിട്ടുള്ളത്. ഒരു വോട്ട് അസാധുവാകുകയും ചെയ്തു. അതിനുശേഷം സ്പീക്കറിനെ തെരഞ്ഞെടുത്ത ശേഷം പ്രോട്ടേം സ്പീക്കറായ എസ് ശർമ്മയുടെ നേതൃത്വത്തിലായിരുന്നു സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിനുശേഷം വിവിധ നേതാക്കൾ സഭയിൽ വിവിധ MLA-മാർ അദ്ദേഹത്തിന് പുതിയ സ്പീക്കർക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംസാരിച്ചത്. ഒപ്പം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ സംസാരിച്ചു. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ നേതാവായി ചെന്നിത്തലയെ അംഗീകരിച്ചു. ഒപ്പം തന്നെ പ്രതിപക്ഷ ഉപനേതാവായി കുഞ്ഞാലിക്കുട്ടിയെയും സഭയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. 14ാം നിയമസഭയുടെ സ്പീക്കറായി പി ശ്രീരാമകൃഷ്ണനെ തെരഞ്ഞെടുത്തു. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ VP സജീന്ദ്രന്റെ 46 വോട്ടുകൾക്കെതിരെ 92 വോട്ടുകൾ നേടിയാണ് ശ്രീരാമകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. PC ജോർജിന്റെ വോട്ട് അസാധുവായി. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, വിശദാംശങ്ങൾ. ഷീജ, കേൾക്കാമെന്ന് കരുതുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? സൗമ്യ, 14ാം നിയമസഭയുടെ സ്പീക്കറായി പി ശ്രീരാമകൃഷ്ണൻ ചുമതലയേറ്റിരിക്കുകയാണ്. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ 92 വോട്ടുകളാണ് ലഭിച്ചത്. പി ശ്രീരാമകൃഷ്ണന് 92 വോട്ടുകളും VP സജീന്ദ്രന് 46 വോട്ടും ലഭിച്ചപ്പോൾ ഒരു വോട്ട് അസാധുവാവുകയായിരുന്നു. അസാധുവായ വോട്ട്
PC ജോർജിന്റേതാണ് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം അദ്ദേഹം സ്പീക്കറുടെ ഡയസിലേക്ക് എത്തുന്ന സമയത്ത് ബാലറ്റ് വാങ്ങുകയും ബാലറ്റ് മടക്കി ഇടുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വോട്ടാണ് അസാധുവായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ UDF നിന്നും ഓരോ വോട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പ്രത്യേകിച്ചും O രാജഗോപാലിന്റെ PC ജോർജിന്റെയും വോട്ടുകളായിരുന്നു ഇന്നത്തെ നിർണായകം. ഇവർ ആർക്ക് വോട്ട് നൽകുന്നു, LDF വോട്ട് നൽകുമോ UDF വോട്ട് നൽകുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ നോക്കിയിരുന്നത്. ഇതിൽ PC ജോർജിന്റെ വോട്ട് അസാധുവായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ O രാജഗോപാലിന്റെ വോട്ട് സ്വാഭാവികമായും LDF വന്നു എന്ന് തന്നെയാണ് സൂചനകൾ ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും 47 അംഗബലമുള്ള UDF നിന്നും ഓരോ വോട്ട് UDF കുറഞ്ഞിട്ടുണ്ട്. UDF ഒരു വോട്ട് കൂടി LDF ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ P ശ്രീരാമകൃഷ്ണന് 92 വോട്ട് ലഭിച്ചതിലൂടെ വ്യക്തമാകുന്നത്. കാരണം LDF 91 അംഗബലമെങ്കിൽ പോലും പ്രോട്ടം സ്പീക്കറായിരുന്ന S ശർമ്മ വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 90 വോട്ട് മാത്രമാണ് LDF അല്ലാതെ ലഭിച്ചിട്ടുള്ളത്. 2 വോട്ട് അധികമായി LDF ലഭിച്ചിരിക്കുന്നു എന്നും UDF ഒരു വോട്ട് കുറഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അദ്ദേഹം P ശ്രീരാമകൃഷ്ണനെ 92 വോട്ടുകളോടുകൂടി വിജയിച്ച P ശ്രീരാമകൃഷ്ണനെ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്നാണ് ആനയിച്ചു കൊണ്ടുവന്നത്. അതിനുശേഷം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും കക്ഷി നേതാക്കളും അദ്ദേഹത്തെ അനുമോദിച്ച് സംസാരിക്കുകയുണ്ടായി. ഏതായാലും പ്രതിപക്ഷത്തിന്റെ കൂടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടായിരിക്കും താൻ പ്രവർത്തിക്കുകയെന്ന് സ്പീക്കറായി ചുമതലയേറ്റ ശേഷം P ശ്രീരാമകൃഷ്ണൻ വ്യക്തമാക്കുകയുണ്ടായി. ഇപ്പോൾ ചുമതലയേറ്റ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചേംബറിലെത്തി അദ്ദേഹം ഔദ്യോഗികമായി ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി അദ്ദേഹം നിയമസഭയിലുള്ള പ്രമുഖ നേതാക്കളുടെ കളിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതായിരിക്കും. അതിനുശേഷം ഇവിടത്തെ മറ്റ് സാമാജികർക്കൊപ്പം അദ്ദേഹത്തിന് ഒരു ചായ സൽക്കാരവും നിയമസഭയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്നത്തോടുകൂടി 14ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്നലെ ആരംഭിച്ച് ഇന്നലെ എല്ലാ അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞ നടന്നു. ഇന്നിപ്പോൾ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് നിയമസഭ അവസാനിക്കുകയാണ്. ഇനി ഈ മാസം 24-നാകും LDF സർക്കാരിന്റെ പിണറായി മന്ത്രിസഭയുടെ ഔദ്യോഗിക പൂർണ്ണ സമ്മേളനം ചേരുക. അത് ബജറ്റ് സമ്മേളനമായിരിക്കും. ഏതായാലും സ്പീക്കർ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ഷീജ, ഏതായാലും അതിനുള്ളിലുള്ള ഒരുപക്ഷെ ശ്രീരാമകൃഷ്ണൻ സ്പീക്കറാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ലായിരുന്നു. കാരണം 91 അംഗങ്ങളുടെ പിന്തുണ, അത് ശർമ്മയെ ഒഴിച്ചു നിർത്തിയാൽ 90 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. പക്ഷേ അവിടെ സ്വാഭാവികമായും ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഒരു വോട്ടിന്റെ നമ്പറിൽ ഉണ്ടായിട്ടുള്ള ഒരു വ്യത്യാസം, അതായിരിക്കും സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടുക. രാജഗോപാലിന്റെ വോട്ട് കൂടി ലഭിച്ചാലും 91 വോട്ടേ ആകൂ. പക്ഷേ അവിടെ വലതുപക്ഷത്തു നിന്ന് ഒരു വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വിഷയമല്ല. പക്ഷേ അത് UDF ക്യാമ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ ഷീജ? UDF ക്യാമ്പ് വലിയ തോതിൽ ഒരു ഞെട്ടലിൽ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ആർക്കെങ്കിലും അബദ്ധം പറ്റിയതാണോ അതോ ആരെങ്കിലും മനഃപൂർവ്വമായി മാറ്റി വോട്ട് ചെയ്തതാണോ എന്നുള്ള കാര്യത്തിൽ UDF ക്യാമ്പിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം വ്യക്തമായും വിപ്പ് നൽകിയിരുന്നതാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് സംബന്ധിച്ച് വ്യക്തമായി വിപ്പ് നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് വിപ്പ് ലംഘിക്കപ്പെട്ടതാണോ അതോ ആർക്കെങ്കിലും അബദ്ധം പറ്റിയതാണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത UDF ക്യാമ്പിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പ്രോട്ടം സ്പീക്കറായിരുന്ന S ശർമ്മ ഇത്തരത്തിൽ ഔദ്യോഗികമായി ഫലം പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇത് ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് എന്നത് സംബന്ധിച്ച് വലിയ ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോഴും UDF ക്യാമ്പിൽ നിലനിൽക്കുന്നത്. കാരണം UDF നിന്നും ഓരോ വോട്ട് കുറഞ്ഞിരിക്കുന്നു. LDF അധികമായി 2 വോട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. നമുക്കറിയാം, സൗമ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ P ശ്രീരാമകൃഷ്ണൻ വിജയിക്കും, സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടും എന്നുള്ളതിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. കാരണം LDF അംഗബലം എന്ന് പറയുന്നത് 91, UDF 47 പ്രോട്ടം സ്പീക്കറായിരുന്ന S ശർമ്മ വോട്ട് രേഖപ്പെടുത്തിയിരുന്നില്ല. അങ്ങനെ 90 വോട്ടുകളായിരുന്നു LDF വോട്ട് P ശ്രീരാമകൃഷ്ണൻ ലഭിച്ചത്. അധികമായി 2 വോട്ടുകൾ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏതായാലും UDF ക്യാമ്പിൽ ഈ വിഷയത്തിൽ വലിയ ആശങ്കയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഒരുപക്ഷെ ഷീജ,
ഇതിനെ പ്രതിരോധിക്കാൻ, അതായത് മാധ്യമപ്രവർത്തകരുടെ ആയാലും ഒക്കെ ചോദ്യങ്ങളെ സ്വാഭാവികമായും UDF പ്രതിരോധിക്കാൻ പോകുന്നത് അബദ്ധത്തിൽ ചെയ്യപ്പെട്ട വോട്ടെന്നായിരിക്കും. പക്ഷെ അതിനും അപ്പുറത്തേക്കുള്ള സാഹചര്യങ്ങൾ കൂടി വളരെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം UDFിനുള്ളിൽ തന്നെ ഘടകകക്ഷികൾക്കിടയിലായാലും അല്ലെങ്കിൽ കോൺഗ്രസിനിടയിലായാലും ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളും ഒരു പക്ഷേ അത്തരം സാഹചര്യങ്ങളൊക്കെ കൂടി പരിശോധിച്ചു വേണ്ടേ ഇന്നത്തെ ഈ ഒരു വോട്ടെടുപ്പിനെ കാണാൻ? സൗമ്യ, അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. പ്രത്യേകിച്ചും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുമ്പോൾ ആ രീതിയിലൊരു പ്രതികരണം തന്നെയാകും UDF ക്യാമ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത്. അത്തരത്തിൽ UDFിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് ഒരു കയ്യബദ്ധം പറ്റിയതാകും എന്നൊരു രീതിയിലുള്ള പ്രതികരണം തന്നെയാകും UDF ക്യാമ്പിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത്. മറിച്ച് ഒരു അഭിപ്രായം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. എന്നാൽ ഇത്തരത്തിൽ ഒരു വോട്ട് എങ്ങനെ, കാരണം അതിനു മുമ്പ് വ്യക്തമായ നിർദ്ദേശങ്ങളായിരുന്നു പ്രോട്ടോം സ്പീക്കറായിരുന്ന എസ് ശർമ്മ ഇത് സംബന്ധിച്ച് നൽകിയിരുന്നത്, ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ എങ്ങനെ ആദ്യം VP സജീന്ദ്രന്റെയും അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ടാണ് ഇതിൽ P ശ്രീരാമകൃഷ്ണന്റെയും പേരുണ്ടായിരുന്നത്. ഇതിൽ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് അയാൾക്ക് നേരെ മാത്രം രേഖപ്പെടുത്തിയാൽ മതി വോട്ട് എന്നുള്ള കാര്യം എല്ലാം. ശ്രീ ജേക്കബ് ജോർജ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേർന്നുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഒരു അബദ്ധം എന്ന രീതിയിലേക്ക് തള്ളിക്കളയാൻ ഒരു പക്ഷേ ബുദ്ധിമുട്ട് തോന്നും. കാരണം സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഇവിടെ ഒരു വോട്ട് UDFിന്റെ ഭാഗത്തു നിന്നും കുറഞ്ഞു. എങ്ങനെ കാണാം? അതങ്ങനെ കൊണ്ടുവരുന്നതാവാൻ സാധ്യതയില്ല. കാരണം നിയമസഭയിലേക്ക് വരുന്നത് വളരെ ശരിയാവണ്ണം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പരിചയം നേടിയവരാണ് നിയമസഭയിലേക്ക് കടന്നു വരുന്നത്. അവർക്ക് അങ്ങനെ ഒരു കയ്യബദ്ധം പറ്റുക അത്ര പെട്ടെന്ന് ചിന്തിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന കാര്യമല്ല. പിന്നെ എങ്ങനെയാണെന്നുള്ളത് കുറച്ച് ചിലപ്പോൾ അടുത്ത വരും മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമായേക്കും. കാര്യങ്ങൾ കൂടുതൽ രാഷ്ട്രീയം എന്തെങ്കിലും ഉണ്ടോ, വ്യക്തിപരമായ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്നിത്യാദി കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തത വരേണ്ടതുണ്ട്. ചിലപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങോട്ട് വളരും തോറും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നേക്കും. അതായാലും അത്രയ്ക്ക് അശ്രദ്ധ കൊണ്ട് വന്നതാവാൻ സാധ്യതയല്ല, അജ്ഞത കൊണ്ട് വന്നതാവാൻ സാധ്യതയല്ല. ഇല്ല, സ്വാഭാവികമായിട്ട് ഒരു സാധാരണ വോട്ടർ അല്ലല്ലോ വോട്ട് ചെയ്തത്. പിന്നെ ഇവിടെ ഇനിയുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഇതൊരു സൂചനയാണ്. ഒരുപക്ഷെ ഇനി സഭയിൽ അങ്ങോട്ടുള്ളവിടുന്നീളം ഇടതുപക്ഷത്തിനെ ഇത് സംബന്ധിച്ചൊരു പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം ഇത്രയേറെ അംഗബലമുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ബില്ല് പാസ്സാക്കൽ ഒന്നും ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല. പക്ഷേ ഇത് UDFിനുള്ളിൽ ലഭിക്കുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെയോ ചില അസ്വസ്ഥതകളുടെയോ ഒക്കെ ഒരു പ്രതിഫലനം കൂടിയായി വേണ്ടേ കാണാൻ വരും ദിവസങ്ങളിൽ കൂടി? ചിലപ്പോൾ അങ്ങനെ വ്യാഖ്യാനിക്കാം. പക്ഷേ ഈ 201 അംഗങ്ങൾ അംഗപ്പുറത്ത് നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഒരാൾക്കെങ്കിലും 1-2 പേർക്കുണ്ടായ നിരാശയിൽ നിന്നുണ്ടായതാവാം. ഇനി എന്തിന് ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്ന മട്ടിലെ ഉള്ള നിരാശ ഉണ്ടാവാം ഏതെങ്കിലും വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും. എന്തൊക്കെയാണെങ്കിലും ഇത് പെട്ടെന്ന് അസാധാരണമായിട്ട് തോന്നാം. എങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ എന്ന് സംശയിക്കുകയും ചെയ്യാം. നമ്മള് കുറച്ചും കൂടെ കഴിഞ്ഞെങ്കിൽ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാവൂ എന്നാണ്. ഒരുപക്ഷെ ശ്രീ ജേക്കബ് ജോർജ്, അത്തരം നിരാശകൾ ഒരു പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ കഴിയാത്ത വിധത്തിൽ അത്തരം നിരാശകൾ പ്രതിഫലിച്ച കുറെ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരു കോൺഗ്രസ് നേതാവ് മാറ്റി വോട്ട് ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കോൺഗ്രസിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള അപജയങ്ങൾ നിലനിൽക്കുമ്പോൾ അതൊരു പക്ഷേ ഘടകകക്ഷികളിലേക്കും ബാധിക്കാം. അത്തരത്തിൽ ഉള്ളൊരു റിഫ്ലക്ഷൻ കൂടി ആവില്ലേ? അതെ, തീർച്ചയായിട്ടും കോൺഗ്രസ് അണികളിലെ ഒരു നിശ്ചയമുണ്ടാവാം UDFിലും. കാരണം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെങ്കിലും വീണ്ടും അധികാരത്തിലേക്ക് വരും എന്ന് തീർച്ചയായിട്ടും ഉറപ്പോടുകൂടി തന്നെ അവരോടും ജനങ്ങളോടും സംസാരിച്ചിരുന്നു. ആ ഉറപ്പൊക്കെ പോയി എന്ന് പറയുമ്പോൾ അവർക്കൊരു നിരാശയുണ്ടാവാം. ആ നിരാശയുണ്ടായത് ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്ന നിലയ്ക്കാണ് UDFിന്റെ പരാജയത്തെ അവർ തന്നെ കാണുന്നത്. തന്നെ ഉണ്ടാക്കി വെച്ച വിനയാണ്. ഭരണപക്ഷം ഒന്നാകെ കഠിനമായിട്ട് അധ്വാനിച്ചിട്ടാണ് ഇതുപോലെ ഒരു പരാജയം ഏറ്റുവാങ്ങിയത് എന്ന് ചിന്തിക്കുന്നവർ ധാരാളമുണ്ട് UDFിലും കോൺഗ്രസിലും. അങ്ങനെയുള്ള MLA-മാർക്ക് ആർക്കെങ്കിലും തോന്നിയ നിരാശ കൊണ്ടാണോ ഈ വോട്ട് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഏതായാലും നമുക്കിപ്പോ സംശയിക്കാനല്ലാതെ വേറെ ഒരു നിഗമനത്തിലെത്താനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല. പക്ഷേ ഒരുപക്ഷെ ഇങ്ങനെയുള്ള നിരാശകൾ കോൺഗ്രസിന്റെ നിലപാട് ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ, അതായത് ഒരുപക്ഷെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലൊക്കെ തന്നെയും അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ഒരു ആവശ്യമൊക്കെ തന്നെയും നേതൃമാറ്റം എന്ന തരത്തിലുള്ള കാര്യങ്ങൾ, വലിയ അഴിച്ചുപണി വേണമെന്നുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അത് AICCയുടെ തലത്തിലേക്ക് പോലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അവിടെയും മാറ്റം വേണമെന്ന രീതിയിലൊക്കെയുള്ള കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ
ഇനി ഒന്നുകൂടി ശക്തമായി നിന്നില്ല എങ്കിൽ ഇത്തരത്തിലുള്ള നീരസങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷമകഥകൾ ഇങ്ങനെയൊക്കെ പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കുമെന്ന സൂചന കൂടിയില്ലേ? അതെ, കോൺഗ്രസിനകത്തൊരു കെട്ടുറപ്പിന്റെ അഭാവമുണ്ട്. അങ്ങനെ ഒരു കെട്ടുറപ്പ് ഉണ്ടാക്കണമെങ്കിൽ ശക്തമായ നേതൃത്വം വരണം. KPCC തലത്തിലും നിയമസഭാ കക്ഷി തലത്തിലുമൊക്കെ ശക്തമായ നേതൃത്വമാവണം. ഒന്നോ രണ്ടോ നേതാക്കന്മാരുടെ ചുറ്റും കോൺഗ്രസ് പാർട്ടി മുഴുവൻ വർഷങ്ങളായി കറങ്ങുകയാണ്. അങ്ങനെ വീണ്ടും കറങ്ങിത്തിരിയാനാണ് ചുറ്റിത്തിരിയാനാണ് ഭാവമെങ്കിൽ ഈ നിരാശ കൂടുകയുള്ളൂ. അതിനെതിരെ മുന്നറിയിപ്പാണോ ഇത് എന്ന് നമുക്ക് സംശയിക്കാം. തീർച്ചയായിട്ടും ഇത് സംശയിക്കാൻ, അല്ലാതെ അതിനപ്പുറത്തേക്ക് കടന്ന് എന്തെങ്കിലും ചർച്ച ചെയ്യാനോ നിഗമനങ്ങളിലെത്താനോ കഴിയുന്ന ഒരു സാഹചര്യം അല്ല ഇപ്പോൾ. അവിടെ ശ്രീ ജേക്കബ് ജോർജ്, ഒരു വലിയ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലുമുള്ള തർക്കങ്ങളൊക്കെ പരസ്യമായി വന്നിട്ട് പോലും അതിനെ വേണ്ട ഗൗരവത്തിൽ കാണാത്തതിൻ്റെ വലിയ ഒരു തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ നേരിട്ട പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. അത് UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രതിഫലിക്കുകയും ചെയ്തു. ലീഗിൻ്റെ ഒക്കെ വോട്ട് കുറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരുപക്ഷെ ഇത് എത്രത്തോളം നേതൃത്വം ഗൗരവത്തിലെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, ഇതൊരു സൂചനയായി എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്? അതെ, ഭരണം ഈ ഗൗരവത്തിൽ എടുക്കാതിരുന്നത്, പരാജയം ഗൗരവത്തിൽ കോൺഗ്രസ് നേതൃത്വമോ UDF നേതൃത്വമോ എടുക്കാതിരുന്നതിന് കാരണം, അങ്ങനെ ഗൗരവത്തിലെടുത്താൽ നേതൃത്വം മാറേണ്ടി വരും. നേതൃത്വം മാറാതെ, കോൺഗ്രസിന്റെയോ UDF-ന്റെയോ നേതൃത്വം മാറാതെ ഒതുക്കി തീർക്കാനാണ് ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കന്മാരും UDF നേതാക്കന്മാരും ഇപ്പോൾ ശ്രമിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോ കേരള കോൺഗ്രസിലാണെങ്കിലും മുസ്ലിം ലീഗിലാണെങ്കിലും ഒരു നേതൃമാറ്റത്തെ കുറിച്ച് ആലോചിക്കാൻ പോലും ഒരാൾക്ക് പോലും ത്രാണിയില്ല. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന്റെ അകത്ത് പോലും നേതൃത്വമാറ്റത്തെ കുറിച്ച് ആരും പറയുന്നില്ലല്ലോ. ഈ കോൺഗ്രസിന്റെ ഈ അടിപതറിയുള്ള ഈ താങ്കളിലേക്ക് തന്നെ ശ്രീ TV രാജേഷ് MLA നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ TV രാജേഷ്, ഇവിടെ ശ്രീരാമകൃഷ്ണന്റെ വിജയം അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണൻ സ്പീക്കർ ആകുന്നു എന്നതൊരു സംശയമുള്ള കാര്യമായിരുന്നില്ല. പക്ഷേ ഇവിടെ വോട്ടിന്റെ കണക്കുകൾ സംബന്ധിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. സ്വാഭാവികമായും ശർമ്മയുടെ വോട്ട് ഉണ്ടാവില്ല. 90 വോട്ടാണ് സ്വാഭാവികമായും LDF-ന് ലഭിക്കേണ്ടത്. 92 വോട്ട് ലഭിച്ചിരിക്കുന്നു. ഒരുപക്ഷെ രാജഗോപാലിന്റെ വോട്ടായിരിക്കാം അതിലൊന്ന്. എങ്കിൽ മറ്റൊന്ന് എവിടെ നിന്ന്, എങ്ങനെയാണ് UDF-ന് ഒരു വോട്ട് കുറഞ്ഞത് എന്ന രീതിയിലൊക്കെ ചർച്ച പോകുമ്പോൾ അതിനെ ഒരു സ്വാഭാവികമായ ചർച്ചയായി കാണാൻ സാധിക്കുമോ? ശ്രീ TV രാജേഷ്. ശ്രീ TV രാജേഷ്, താങ്കൾക്ക് കേൾക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ TV രാജേഷ്, അദ്ദേഹത്തിന്റെ ടെലിഫോൺ ലൈൻ കട്ടായതാണെന്ന് തോന്നുന്നു. ഏതായാലും നിലവിൽ ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല അദ്ദേഹം സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടുമെന്നതിൽ. പക്ഷേ UDF-ന് ഒരു വോട്ട് കുറഞ്ഞിരിക്കുന്നു. അതുതന്നെയാണ് ഇവിടെ ഈ നിമിഷത്തിൽ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയം. ഇവിടെ നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നീരസം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിലുള്ളൊരു പ്രതിഫലനമായി മാത്രം ഇതിനെ കാണാനാകുമോ എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. പ്രത്യേകിച്ച് വലിയ തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ UDF-ന് ലഭിച്ച സാഹചര്യത്തിൽ പോലും നേതൃത്വം എത്രത്തോളം ഇതിനെ ഗൗരവമായി കാണുന്നു, അതിനുശേഷം പോലും എത്രത്തോളം ഇതിനെ ഗൗരവമായി ഒരു പാഠമായി എടുക്കുന്നു എന്ന കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ അസംതൃപ്തി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്ന് തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. 92 വോട്ടാണ് P. ശ്രീരാമകൃഷ്ണന് ലഭിച്ചിട്ടുള്ളത്. S. ശർമ്മ, പ്രോടൈം സ്പീക്കറായ S. ശർമ്മ വോട്ട് ചെയ്തിട്ടില്ല. എങ്കിൽ LDF-ന് ലഭിക്കേണ്ടത് 90 വോട്ടായിരുന്നു. 92 വോട്ടാണ്. ആ 2 വോട്ട് അതിലൊന്ന് രാജഗോപാലിൻ്റേതാകാം എന്ന് കണക്ക് കൂട്ടാം. എങ്കിൽ അടുത്ത വോട്ട് 46 വോട്ടാണ് UDF-ന് ലഭിച്ചിട്ടുള്ളത്. അടുത്ത ഒരു വോട്ട് LDF-ന് വീഴുകയും ചെയ്തു. അത് അസാധുവാക്കുക പോലുമല്ല ചെയ്തത്, ശ്രീരാമകൃഷ്ണൻ ആ വോട്ട് വീഴുകയാണ് ചെയ്തത്. അവിടെയാണ് അതിനുള്ളിൽ ഒരു അസ്വാഭാവികത നിലനിൽക്കുന്നത്. PC ജോർജ് സ്വാഭാവികമായും എല്ലാവരും കണ്ടതാണ്. PC ജോർജ് ബാലറ്റ് വാങ്ങുന്നു. ബാലറ്റ് ബൂത്തിലേക്ക് പോകാതെ വോട്ട് രേഖപ്പെടുത്താതെ അത് മടക്കി പെട്ടിക്കുള്ളിലിടുന്നു. അങ്ങനെയല്ല ഇവിടെ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ബൂത്തിലേക്ക് പോയി ആ വോട്ട് അസാധുവാക്കാവുന്ന ഒരു ശൈലി സ്വീകരിക്കാമായിരുന്നു. പക്ഷെ അതുമല്ല ചെയ്തിരിക്കുന്നത്. കൃത്യമായി ആ വോട്ട് LDF-ന് ലഭിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇനി ഭരണപക്ഷത്തു നിന്ന് വരാൻ പോകുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത് അബദ്ധത്തിൽ സംഭവിച്ചത് എന്നായിരിക്കും. പക്ഷേ ഇവിടെ ശ്രീ ജേക്കബ് ജോർജ് ഒക്കെ തന്നെ സൂചിപ്പിച്ചു, അല്ലെങ്കിൽ പൊതുവിൽ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെ ഒരു അബദ്ധം പറ്റാൻ ഒരു സാധാരണ പുതുതായി വോട്ട് ചെയ്യുന്ന ഒരു വോട്ടർ അല്ല, ബാലറ്റ് പേപ്പറാണ്. കൃത്യമായി തന്നെ VP അത് ആവർത്തിച്ച് പ്രോടൈം സ്പീക്കർ പറയുകയും ചെയ്തിരുന്നു. രാജഗോപാൽ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. ആദ്യ പരിപാടി എന്നുള്ള നിലയ്ക്ക് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു.
ഞാൻ BJP പ്രവർത്തകനാണെന്ന് എല്ലാവർക്കും അറിയാം. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ NDA ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് നിയമസഭയിൽ വന്നിട്ടുള്ളത്. അത് ഇരു മുന്നണികളിലും രണ്ട് മുന്നണികളുടെയും വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാൻ ബാധ്യസ്ഥരായി ദേശീയ ജനാധിപത്യ സഖ്യം ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ആ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആദ്യത്തെ അവസരം ഉണ്ടായത്. ഇന്നുണ്ടായ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ തന്നെ പരസ്യമായി UDFൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു രാജഗോപാലൻ്റെ വോട്ട് വേണ്ട എന്ന്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിനെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വിഷമമുണ്ടാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ആ മുന്നണിക്ക് വോട്ട് ചെയ്തില്ല. ഞാൻ സ്വാഭാവികമായിട്ട് ഇവിടെ ശ്രീരാമകൃഷ്ണൻ എന്നുള്ളതായ ഒരു നല്ല പേരുള്ള എൻ്റെ ഒരു പഴയ സുഹൃത്ത്, ചെറുപ്പക്കാരൻ, മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും ധാരാളം കാര്യങ്ങളിൽ യോജിപ്പുള്ളതായിട്ടുള്ള സുഹൃത്ത്, അങ്ങനെയുള്ള ഒരാൾ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുകയാണ് സമീപനമാണ് സ്വീകരിക്കുന്നത്. ആരെയും എതിരാളിയായിട്ട് കാണുന്നില്ല. എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത്. ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വോട്ട് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ കൊടുത്തിട്ടില്ല. മറുഭാഗത്ത് തീർച്ചയായിട്ടും അറിയുന്ന ഒരാളാണെന്നുള്ളത് കൊണ്ടും ചെറുപ്പക്കാരനാണ്, ചെറുപ്പക്കാരുടെ യുവാക്കളുടെ കാലഘട്ടമാണ്, അങ്ങനെയുള്ള ആൾക്കാരാണ് സ്ഥാനത്ത് വരേണ്ടത് എന്ന അടിസ്ഥാനത്തിൽ ഞാൻ ശ്രീ രാമകൃഷ്ണന് വോട്ട് ചെയ്തു. അതിൽ വിജയിച്ചതിൽ സന്തോഷമുണ്ട്. ആ സന്തോഷം ഞാൻ പരസ്യമായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടി ഈ കാര്യം ചർച്ച ചെയ്തിട്ടില്ല. പേര് മാത്രമല്ല ഈ സാഹചര്യങ്ങൾ മുഴുവൻ കണക്കാക്കിയിട്ട് ഓരോരോ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തലിൽ തീർച്ചയായിട്ടും ഒരു യുവാവ്, നല്ല രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള ആൾ, അദ്ദേഹത്തിൻ്റെ വീക്ഷണമായിട്ട് അഭിപ്രായ വ്യത്യാസം കാണും സ്വാഭാവികമായിട്ടും. അതിൽ തെറ്റൊന്നുമില്ല. എല്ലാ അഭിപ്രായങ്ങളെയും മാനിക്കുന്ന ഒരു സമീപനമാണ് എനിക്കുള്ളത്. ഏതായാലും ഒരു നല്ല പൊതുപ്രവർത്തകനായിരുന്നു. വളരെ ചുറുചുറുക്കുള്ള കാര്യങ്ങൾ ഗഹനമായിട്ട് പഠിക്കുന്നതായ ആക്റ്റീവായിട്ടുള്ളൊരു യുവാവ്. അത്തരത്തിലൊരാളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ശരി എന്ന് തോന്നി. പ്രത്യേകിച്ച് മറുഭാഗത്ത് പരസ്യമായിട്ട് വോട്ട് വേണ്ട, പേരെടുത്ത് പറഞ്ഞ രാജഗോപാലിൻ്റെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇത് വളരെ സ്വാഭാവികമായിട്ടുള്ള ചോയ്സാണ്. ഇതാണ് ഞങ്ങളുടെ ബേസിക് കാഴ്ചപ്പാട്. ഓരോരോ ഇഷ്യൂ വരുന്ന അവസരത്തിൽ അതിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ അത് ജനക്ഷേമത്തിന് അനുകൂലമാണോ, ദേശീയ താൽപ്പര്യത്തിന് അനുസൃതമാണോ എന്ന് പരിഗണിച്ചുകൊണ്ട് ധാർമ്മിക മൂല്യങ്ങൾക്ക് നിരക്കുന്നതാണോ, ഈ അളവുകോല് വെച്ചുകൊണ്ട് നമ്മൾ സമീപനം സ്വീകരിക്കും. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളതിനെ എല്ലാം കണ്ണടച്ച് എതിർക്കുക എന്നൊരു സമീപനം ഇല്ല. അതുമാതിരി ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിനെ എല്ലാം അനുകൂലിക്കുക എന്നുള്ള സമീപനവും ഇല്ല. ഓരോ ഇഷ്യൂവും അതിൻ്റേതായിട്ടുള്ള മെറിറ്റ് അടിസ്ഥാനത്തിൽ തീരുമാനിക്കും. എങ്ങനെ? അങ്ങനെ ഒരു സംവിധാനം ആയിട്ടില്ല. എങ്ങനെ? അല്ല, അതും ഒരു കാരണമാണ്. അതൊരു ഈഫ്സ് ആൻഡ് ബട്ട്സ് അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ, ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പറയണത് അത് പ്രശ്നം വരുന്നില്ലല്ലോ. ഗിവൺ സിറ്റുവേഷനിൽ എന്താണ് സാഹചര്യങ്ങൾ അത് നോക്കി തീരുമാനിക്കും. ആരാ?
എന്ത് പറഞ്ഞു? ചോദ്യം പ്ലീസ്. CP വോട്ട് ചെയ്യുമല്ലോ എന്നുള്ളത് അവരുടെ തലവേദനയാണ്, അവർ തീരുമാനിക്കേണ്ടതാണ്. ഞങ്ങൾ ഒരു നിയമസാമാജികൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിക്കുന്നത് ഈ അളവുകോൽ വെച്ചിട്ടാണ്. അത് അന്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു മുന്നണിയോട് അന്ധമായ വിധേയത്വമോ അന്ധമായ എതിർപ്പോ ഇല്ല. ഓരോരോ ഇഷ്യൂവും അതിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കും. അത് പൊളിറ്റിക്കൽ ക്യാമ്പയിൻ്റെ ഭാഗമാണത്. പൊളിറ്റിക്കൽ ക്യാമ്പ് ഇത് LDFന് അനുകൂലമല്ലല്ലോ. LDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടില്ല. ശ്രീരാമകൃഷ്ണൻ എന്നുള്ള വ്യക്തി അദ്ദേഹം സ്പീക്കറായിട്ട് അദ്ദേഹം വേണമെന്നല്ലേ ഇഷ്യൂ ഉള്ളൂ. ആ ഇഷ്യൂവിൽ അദ്ദേഹം ഈ ഇന്നത്തെ സാഹചര്യത്തിൽ ഗിവൺ സിറ്റുവേഷനിൽ അദ്ദേഹമാണ് ഐഡിയലായിട്ടുള്ള സ്ഥാനാർത്ഥി. ആര് പറഞ്ഞു? അല്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിനോട് ഞാൻ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല.